തൃശ്ശൂരിലെ ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ്. മാധ്യമങ്ങൾ SFI KSU സംഘർഷം അല്ലെങ്കിൽ SFI UDSF സംഘർഷം എന്നാണ് എല്ലാവരും കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറയുന്നു. അതെന്തുകൊണ്ടാണ്? അല്ല, അവിടെ ഒരു സംഘർഷവും SFI KSU സംഘർഷം എന്നുള്ള നിലയ്ക്ക് അവിടെ നടന്നിട്ടില്ല. അവിടെ ഉണ്ടായത് കലോത്സവത്തിൻ്റെ ആരംഭഘട്ടം മുതലേ വിധി നിർണ്ണയം ഉൾപ്പെടെ സംഘാടനം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ ആക്ഷേപം ഉന്നയിക്കുന്ന നിലയുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് അവിടെ മത്സരാർത്ഥികളായിട്ടുള്ള ആളുകളെ, ആ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി സംഘാടക സമിതിയുടെ ഭാരവാഹികൾ വളണ്ടിയേഴ്സ് ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആക്രമിക്കപ്പെട്ടുള്ളത് SFIക്കാർ മാത്രമൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവം ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ക്യാമ്പസുകളെ തെരഞ്ഞെടുത്ത് SFIക്കാരല്ലാത്ത ആളുകളും അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ചില ക്യാമ്പസുകളെ തെരഞ്ഞെടുത്ത് ആക്രമിക്കുകയാണ്. ആ ക്യാമ്പസുകളുടെ യൂണിയൻ SFI ആണ് എന്നുള്ളത് കൊണ്ട് ആ ക്യാമ്പസുകൾക്കകത്ത് ഈ പറഞ്ഞ ആളുകൾക്ക് വലിയ ബേസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി സർവകലാശാല യൂണിയൻ കലോത്സവത്തെ മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് കേരളവർമ്മ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആശിഷിനെ മർദ്ദിക്കുന്ന വിഷ്വൽ നമ്മളൊക്കെ കണ്ടു. അതിക്രൂരമായി ഒരു സംഘം കമ്പിയുണ്ട്, കസേരയുണ്ടൊക്കെ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. അത് SFIക്കാരനായതുകൊണ്ട് ആശിഷിന് കിട്ടിയ മർദ്ദനം അല്ലേ? അതായത് മത്സരാർത്ഥി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടക സമിതി ഭാരവാഹിയൊക്കെ ആയതുകൊണ്ട് വന്നു പരാതി ഉന്നയിച്ച ആളുകൾക്കൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ മർദ്ദിച്ചതാണോ? കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ആഷിക്ക് ആക്രമിക്കപ്പെടാനുള്ള ആദ്യത്തെ കാരണം. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ആ ക്യാമ്പസിനകത്ത് UDSFന് സ്വാധീനമല്ല. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവർക്ക് വലിയ വിദ്യാർത്ഥികൾക്കിടയിൽ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത് ആഷിക്ക് ആക്രമിക്കപ്പെടാനുള്ള കാരണം. രണ്ട്, അവിടെ നടന്ന വിവിധ ഇവൻറ്റുകൾ, സ്കിറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളുടെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പസിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു, അപ്പീൽ നൽകിയിരുന്നു, അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിയതിൻ്റെ പേരിൽ ഇവർ ആക്രമിക്കപ്പെടുകയാണ്. അത് മാരകമാവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാക്കുകളുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത, ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ബ്ലർ ചെയ്തിട്ടല്ലാണ്ട് നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ നിലയ്ക്ക് മാരകമായി ഇരുമ്പ് വടിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ആരടിക്കണത്? KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതിൻ്റെ മുഖ്യ സംഘാടകൻ. ആ മുഖ്യ സംഘാടകൻ, നമ്മളൊക്കെ കലോത്സവം നടത്താറുള്ള കലോത്സവത്തിന് പോകുമ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി ഭാരവാഹികളുടെ കഴുത്തിൽ ഒരു ടാഗ് ഉണ്ടാവില്ല, ഒരു ബാഡ്ജ് ഉണ്ടാവും. ഇരുമ്പ് വടിയും കൊണ്ടല്ല കലോത്സവം നടത്താൻ വേണ്ടി പോവുക. അപ്പോൾ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളെ, പരാതി ഉന്നയിക്കുന്ന ആളുകളെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഇരുമ്പ് വടിയായിട്ട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മുന്നിൽ നിന്നിട്ട് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആക്രമണം നടത്താനുള്ള ഒരു വേദിയാക്കി കലോത്സവ വേദിയെ മാറ്റാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കാണ് നാളെ കാലിക്കറ്റ് സർവകലാശാല കീഴിലെ മുഴുവൻ ക്യാമ്പസുകളിൽ ഞങ്ങൾ പഠിപ്പ് മുടക്കാൻ വേണ്ടി. പരിക്കേറ്റ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് മാരകായുധങ്ങളുമായി ഒരു സംഘം തടയുന്നു. അത് SFI പ്രവർത്തകരാണെന്ന് പറയുന്നു. അത് SFI പ്രവർത്തകരാണോ? അതിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, അത് SFI പ്രവർത്തകരല്ല. SFI പ്രവർത്തകരോട് അങ്ങനെ ഒരു ആക്രമിക്കുന്നവരെ, ആംബുലൻസ് ആക്രമിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ആഹ്വാനം കൊടുത്തിട്ടില്ല. അത് ഞങ്ങളിൽ പെട്ടവരല്ല. അത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. രണ്ട്, ആ ആംബുലൻസിലുണ്ടായിരുന്ന ആക്രമിക്കപ്പെട്ട ആളുകളായിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ തന്നെ റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ആംബുലൻസിലുണ്ടായിരുന്ന ഒന്നാമത്തെ ആൾ നേരത്തെ കേരളവർമ്മയിലെ യൂണിറ്റ് സെക്രട്ടറിന് ഉൾപ്പെടെ ഇരുമ്പ് വടിക്ക് അടിച്ചുകൊണ്ടിരുന്ന ഗോകുൽ ഗുരുവായൂരാണ്. ഗോകുൽ ഉൾപ്പെടെയുള്ള അക്രമികൾ ഈ അക്രമ പ്രവർത്തനത്തിന് ശേഷം രക്ഷപ്പെട്ടതായിരുന്നു ആംബുലൻസിൽ എന്നുള്ളതാണ് സ്വാഭാവികമായി മനസ്സിലാക്കുന്നത്. അല്ലാതെ ആ കലോത്സവ പരിസരത്ത് നിന്ന് ഗോകുൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല, അവർക്ക് പരിക്കേറ്റിട്ടില്ല. അപ്പോൾ ഈ അക്രമികളാണ് ആ ആംബുലൻസിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടില്ല. ആംബുലൻസ് അടഞ്ഞത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചു. വിവരമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു വിവരമില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള ആരെയും ആ വിഷ്വലിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കണം, ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ്. ഡി സോൺ കഴിഞ്ഞപ്പം സോണൽ കലോത്സവത്തിലേക്ക് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങൾ കടക്കേണ്ടി വരും. ഇതാണ് KSU അല്ലെങ്കിൽ MSFൻ്റെ ഒരു രീതിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, ആരോപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇനി സോണൽ കലോത്സവത്തിലേക്ക് പോകുമ്പോഴും ഈ ഒരു സ്ട്രാറ്റജിയാണ് അവരെടുക്കുന്നതെങ്കിൽ എന്താണ് SFIയുടെ ഡിഫൻസ്? അല്ല, ഇപ്പോൾ നിലവിൽ 2 സോണൽ കലോത്സവം നടന്നുള്ള CM Dയും മലപ്പുറവും തൃശ്ശൂരും കഴിഞ്ഞു. പാലക്കാട് നടക്കാനുണ്ട്, കോഴിക്കോട് നടക്കാനുണ്ട്, വയനാട് നടക്കാനുണ്ട്. ഈ 3 സോണൽ കലോത്സവത്തിന് ശേഷമാണ് ഇൻ്റർ സോൺ കലോത്സവത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ സോണിൽ മലപ്പുറത്ത് അതിഭീകരമായിട്ടുള്ള സംഘർഷം ഉണ്ടായി. തെരഞ്ഞുപിടിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചു. ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷനായിട്ടാണ് കുട്ടികൾ ക്യാമ്പസിൽ പോയത്. അപ്പോൾ ഈ നിലയിൽ ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ തൃശ്ശൂരും ഉണ്ടായിട്ടുള്ളത്. ഇനി വരാൻ വേണ്ടി പോകുന്ന 3 ഈ നിലയിൽ തന്നെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ കൂട്ടർ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഈ ഘട്ടത്തിലും ഞങ്ങളിപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടും നാളെ പഠിപ്പുമുടക്ക് സമരത്തിലൂടെയും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശ്രമത്തിൽ നിന്ന്, ഈ ഇടപെടലിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാവണം. സമാധാനപരമായി കലോത്സവങ്ങൾ നടക്കണം. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും സമാധാനപരമായും സന്തോഷപ്രദമായും പങ്കെടുക്കാൻ കഴിയുന്ന ഇടങ്ങളാക്കി കലോത്സവങ്ങളെ മാറ്റാൻ വേണ്ടി ഇവർ തയ്യാറാവണം. അത് തയ്യാറാകുക എന്നുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഈ നാളത്തെ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ തിരുത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾ കരുതുന്നത്. അവർ തിരുത്താൻ തയ്യാറാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇനി മൂന്ന് സോണിലും ഒരു ഇൻ്റർ സോണിനും കുട്ടികൾക്ക് പങ്കെടുക്കേണ്ടതല്ലേ? ഈ കലോത്സവം നിന്നു പോകുന്ന നിലയുണ്ടായി. എത്രയോ കുട്ടികളുടെ ദിവസങ്ങളോളം നീണ്ടു നിന്ന അധ്വാനമാണ്. ഉറക്കമൊഴിച്ച് ഊണില്ലാണ്ട് വലിയ പണം ചിലവാക്കി പ്രാക്ടീസ് ചെയ്ത് ഒരു ഇവൻറ്റിന് തയ്യാറെടുത്ത് വരുന്ന കുട്ടികൾ ഇടയ്ക്ക് വെച്ച് കലോത്സവം നിന്നു പോവാണ്. അവർക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം. അവരുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു ഗൗരവം കാണിക്കാതെ കേവലം ചില ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി മാത്രമാക്കി കലോത്സവ വേദിയെ മാറ്റുന്ന ഇടപെടലിൽ നിന്നും ഇക്കൂട്ടർ പിന്മാറണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ആർഷോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കലോത്സവം നടത്തിയ സംഘാടകരെ SFI നേതാക്കൾ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യാൻ SFIയുടെ പ്രവർത്തകരുണ്ടാവും, മറ്റ് യൂണിയൻ ഭാരവാഹികൾ ഉണ്ടാകും എന്ന് അറിയിക്കുക കൂടി ചെയ്തിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു രീതി ഉണ്ടാകാറുള്ളതല്ല. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ആർഷോ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.